ഒരുപാട് പേരുടെ ഡ്രീം ഡെസ്റ്റിനേഷനാണ് ജർമ്മനി. പക്ഷേ ജർമ്മൻ ലാംഗ്വേജ് എന്ന ബാരിയറിനെ മറികടക്കാൻ എല്ലാവർക്കും സാധിക്കുന്നില്ല. ഈ ലാംഗ്വേജ് ബാരിയറിനെ എഫക്റ്റീവായിട്ട് എങ്ങനെ മറികടക്കാമെന്ന് നമുക്കൊരു ജർമ്മൻ നേറ്റീവിനോട് തന്നെ ചോദിച്ചറിയാം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കാർഡിയോട്ട് അക്കാദമിയിലെ ജസ്ലിൻ മിസ് ആണ്. ജർമ്മൻ ലാംഗ്വേജ് നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് പോകുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കോഴ്സുകൾ ഓപ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ജർമ്മൻ ലാംഗ്വേജ് ഇവിടുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, അത് പിന്നീട് ജർമ്മനിയിൽ ചെന്ന് പഠിക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, കോഴ്സ് ഏത് നിങ്ങൾ ചൂസ് ചെയ്താലും ജർമ്മൻ ലാംഗ്വേജ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് മാൻഡേറ്ററി ആണെങ്കിലും അല്ലെങ്കിലും ഇവിടുന്ന് ഒരു നല്ല ലാംഗ്വേജ് ലെവൽ അക്വയർ ചെയ്തിട്ട് ജർമ്മനിയിലേക്ക് പോവുക എന്നതാണ്. കാരണം അവിടെ ചെന്ന് മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ ഒരു പാർട്ട് ടൈം ജോബൊക്കെ കണ്ടുപിടിക്കാനും ലാംഗ്വേജ് അത്യാവശ്യമാണ്, അതൊരു നെസസിറ്റിയാണ്. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ ഏതൊക്കെ കൺട്രീസിലാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ മെയിനായിട്ട് ജർമ്മനിയിൽ തന്നെയാണ് ഓപ്പർച്യൂണിറ്റി. അതുകൂടാതെ ജർമ്മൻ സ്പീക്കിംഗ് ആയിട്ടുള്ള മറ്റ് കൺട്രീസ്, ഓസ്ട്രിയ, അതുപോലെ സ്വിറ്റ്സർലാൻഡ്, അവിടെയൊക്കെ ജർമ്മൻ തന്നെയാണ് സംസാരിക്കുന്നത്. ചെറിയ ഒരു ആക്സെൻ്റ് അല്ലെങ്കിൽ ഒരു ഡയലക്റ്റിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് കുറച്ച് നാളും കൊണ്ട് നമ്മൾ യൂസ്ഡ് ആവും. ഇപ്പോൾ കുറേ പേര് A2 അല്ലെങ്കിൽ B1 കഴിഞ്ഞിട്ട് ജർമ്മനിയിൽ പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. A2 അല്ലെങ്കിൽ B1 കഴിഞ്ഞിട്ട് പോകുന്നതാണോ അതോ B2 പാസ്സായി കഴിഞ്ഞ് ജർമ്മനിയിൽ പോകുന്നതാണോ നല്ലത്? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലാംഗ്വേജ് ലെവൽ എപ്പോഴും നമ്മൾ ഇവിടുന്ന് അക്വയർ ചെയ്യാവുന്ന മാക്സിമം ലെവൽ അക്വയർ ചെയ്ത് പോകുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ നമ്മൾ കഴിവതും B2 വരെ പഠിച്ചിട്ട് പോവുക. പക്ഷേ സർട്ടിഫിക്കേഷൻ B2 ലെവലിൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമുക്ക് A2 അല്ലെങ്കിൽ B1 സർട്ടിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യാവുന്ന ഒരുപാട് കോഴ്സുകളുണ്ട്. അപ്പം ആ രീതിയിൽ പ്രൊസീഡ് ചെയ്യാം. A2 ഓർ B1 വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന കോഴ്സുകൾക്ക് ചേരാം. പക്ഷേ ലാംഗ്വേജ് B2 വരെ ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ ഏതൊക്കെ കൺട്രീസിലാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്? ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ മെയിനായിട്ട് ജർമ്മനിയിൽ തന്നെയാണ് നമുക്ക് ഏറ്റവും അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നത്. അതുകൂടാതെ ജർമ്മൻ സ്പീക്കിംഗ് ആയിട്ടുള്ള മറ്റ് കൺട്രീസ്, ഓസ്ട്രിയ, അതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡ്, ഇവിടെയൊക്കെ ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ്. ഒരു ചെറിയൊരു ഡയലക്റ്റോടു കൂടി സംസാരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ രണ്ട് കൺട്രീസിലും നമുക്ക് ഇപ്പം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാർഡിയോട്ട് അക്കാദമിയിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? കാർഡിയോട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, അവരൊരു പ്രോപ്പർ സിസ്റ്റത്തിൽ കൂടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. ടീച്ചേഴ്സ് എല്ലാം ഒരു ട്രെയിനിങ് കഴിഞ്ഞാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുപോലെ തന്നെ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് മാത്രമല്ല, ഒരു വെൽ ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഈ ഫാക്ടേഴ്സ് എല്ലാം കാർഡിയോട്ട് ഒരു ക്വാളിറ്റി ലാംഗ്വേജ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് തന്നെ പറയണം. B2 ഗോയിത്തെ എക്സാമിന് വേണ്ടി എങ്ങനെയാണ് ഒരാൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? B2 ഗോയിത്തെ എക്സാമിന് ഒരു ഹൈ സ്കോർ നേടണമെന്നുണ്ടെങ്കിൽ A1 ലെവല് തൊട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച ഒരാളായിരിക്കണം. അതുപോലെ തന്നെ B2 ഗോയിത്തെ എക്സാം നമ്മളൊരു ലോ സ്കോറോടുകൂടി പാസ്സായാൽ ഒരിക്കലും നമുക്ക് ആ ലാംഗ്വേജ് ഫ്ലുവൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. എക്സാം ജസ്റ്റ് ക്ലിയർ ചെയ്തു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ 4 മൊഡ്യൂൾസിനും ഒരേപോലെ വെയിറ്റേജ് കൊടുക്കണം. റീഡിങ് ആൻഡ് ലിസണിങ് മൊഡ്യൂൾസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നതിനോടൊപ്പം
നമ്മൾ ഷ്രൈബനും സ്പ്രെഷനും അതായത് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് വേണ്ട രീതിയിൽ സമയം അതിനും കൂടി ഇൻപുട്ട് ചെയ്യാം. മിസ് ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് നാട്ടിൽ വന്ന് കാർഡിയറ്റ് അക്കാഡമിയിൽ ജർമ്മൻ പഠിപ്പിക്കുകയാണല്ലോ. അപ്പോൾ കാർഡിയറ്റ് അക്കാഡമിനെ പറ്റി മിസ്സിന് എന്താണ് അഭിപ്രായം? കാർഡിയോട്ട് അക്കാഡമി ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ഇവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുണ്ട്, നേറ്റീവ് സ്പീക്കേഴ്സ് തന്നെയുണ്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. അതിൻ്റെ ഒരു പാർട്ടാകണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് കാർഡിയോട്ടിൽ ഞാൻ ചേർന്നത്. എൻ്റെ ഒരു അഭിപ്രായം കാർഡിയോട്ട് അക്കാഡമിയിലെ കുട്ടികൾക്ക് ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ടീച്ചിങ് അതുപോലെ തന്നെ ഒരു എഫക്റ്റീവ് സ്റ്റഡി കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജർമ്മൻ ലാംഗ്വേജിനെ പറ്റി എല്ലാവർക്കും ഉണ്ടാകുന്ന കുറേ സംശയങ്ങൾ ഇവിടെ നമുക്ക് മാം പറഞ്ഞു തന്നു. താങ്ക് യു മാം ഫോർ യുവർ വാല്യുബിൾ ഗൈഡൻസ്.